പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജൂലൈ മാസം 16 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും കരുതുകയും ചെയ്ത എല്ലാ വിധങ്ങൾക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നാം മുമ്പോട്ട് പോകേണ്ടതിന് വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന അടയാളങ്ങൾ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16 അധ്യായം അതിൻ്റെ 20 വാക്യത്തിലേക്ക്. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത്, ദൈവം നമ്മെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില അടയാളങ്ങൾ വയ്ക്കുമെന്നുള്ളതാണ്. ഒരു ഭക്തന് വേണ്ടി, എന്തിനു വേണ്ടിയാണ് അടയാളങ്ങൾ ഒരു ഭക്തന് വേണ്ടി വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് വേണ്ടിയും നമ്മുടെ കൂടെ ദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതിന് വേണ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നോക്കിയാൽ ദൈവത്തോടടുത്ത പ്രാർത്ഥിച്ച ഭക്തന്മാർക്ക് വേണ്ടി ദൈവം തൻ്റെ അടയാളങ്ങളെ വെളിപ്പെടുത്തി. ഞാനും നിങ്ങളും വിശ്വാസത്തിൽ വീണ്ടും ബലപ്പെടേണ്ടതിന് വേണ്ടി ഈ പ്രഭാത സന്ദേശത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുക. ഇതാ വായിച്ചു കേട്ട വാക്യത്തിനകത്ത്, ശിഷ്യന്മാർ പുറപ്പെട്ട് സകലയിടത്തും വചനം പ്രസംഗിക്കുകയും ദൈവം അവരോട് കൂടെ പ്രവർത്തിച്ച് അവർ പ്രസംഗിച്ച വചനം ഉറപ്പിക്കപ്പെടേണ്ടതിന് വേണ്ടി ദൈവം അടയാളങ്ങളെ വെളിപ്പെടുത്തി. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം അടയാളങ്ങളിലൂടെ ദൈവം നിങ്ങളെ ഉറപ്പിക്കുകയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യും. എന്നെ ശ്രദ്ധിക്കുന്നവരെ പലരും ഈ സമയത്ത് എന്നോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ അടയാളങ്ങൾ സംഭവിക്കുന്നത്? മാർക്കോസിന്റെ സുവിശേഷം 16 അധ്യായം അതിന്റെ 17 വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില അടയാളങ്ങൾ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒറ്റപ്പെട്ടവരാണ്, നിങ്ങൾ തകർക്കപ്പെട്ടവരാണ്, നിങ്ങൾ രോഗത്തിന്റെ അനുഭവത്തിലാണ്, നിങ്ങൾ സാമ്പത്തികമായി ഇനി വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള നിലയിൽ ദൈവം ചില അടയാളങ്ങൾ തുറന്നു തരും. ഒന്നുകൂടെ പറഞ്ഞാൽ, അടയാളങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്കറിയാം നമ്മൾ ഈ വാഹനത്തിലേക്ക് പോകുന്നവരാണ്. ഇപ്പോൾ ഈ വാഹനത്തിനകത്ത് പലവിധ ആപ്ലിക്കേഷനുകളുണ്ട്. നമ്മളതിന് പറയുന്നത് ലൊക്കേഷൻ മാപ്പ് എന്നാണ്. അറിയാം, നിങ്ങൾ ഇന്ന സ്ഥലത്ത് ചെല്ലേണ്ടതിന് വേണ്ടി നിങ്ങളുടെ മൊബൈലിലേക്ക് ലൊക്കേഷനുകൾ അല്ലെങ്കിൽ ആ ലൊക്കേഷനകത്ത് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളെ വഴി നടത്തേണ്ടതിന് വേണ്ടി ആ ലൊക്കേഷൻ മാപ്പിലൂടെ പറയും, ഇത്ര കിലോമീറ്ററിനുള്ളിൽ ഒരു വളവുണ്ട്, ആ വളവിൽ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയണം, ആ തിരിഞ്ഞ് നിങ്ങൾ മുമ്പോഴാണ് നിങ്ങൾ ശരിയായ പാതയിൽ വരുന്നത്. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ഇതേപോലെ എൻ്റെ ദൈവം ഓരോ ദിവസവും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചില തിരിവുകൾ വയ്ക്കും. ആ തിരിവുകൾക്ക് വിളിക്കപ്പെടുന്ന പേരാണ് അടയാളം എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എല്ലാം അവസാനിച്ചെന്ന് തോന്നുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ പ്രഭാതത്തിലും ഇന്ന് പകലും മുഴുവൻ ചില അടയാളങ്ങൾ ദൈവം വയ്ക്കുവാൻ പോകും. അല്ല, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിന് വേണ്ടി ഈ നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായത്തിൽ ഇതാ ഏലിയാവ്, ദൈവഭക്തൻ, ദൈവപുരുഷൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവമേ, നാളുകൾ അടഞ്ഞു കിടക്കുന്ന ആകാശമണ്ഡലം തുറക്കേണ്ടതിന് വേണ്ടി എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി തരണമെന്ന് പറയുമ്പോൾ തൻ്റെ ഭക്തന്റെ ആൻസറിന് വേണ്ടി ദൈവം ഒരടയാളം വെക്കുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായം
അതിൻ്റെ 43-ാമത്തെ വാക്യം. നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 44-ാമത്തെ വാക്യം. 7-ാം പ്രാവശ്യവും അവനിതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന ഏലിയാവ് തൻ്റെ ദാസനോട് അല്ലെങ്കിൽ ബാല്യക്കാരനോട് പറയുകയാണ്, നീ ചെന്ന് കടലിന് നേരെ നോക്കണം, ഒരു മഴയ്ക്കുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ. ഇതാ ബാല്യക്കാരൻ മടങ്ങി വന്നിട്ട് പറയാണ്, ഞാൻ ഒന്നും കാണുന്നില്ല. ഏലിയാവ് അവനോട് വീണ്ടും പറഞ്ഞു, നീ ചെന്ന് 7 പ്രാവശ്യം മുടങ്ങാതെ നോക്കണം. 7-ാമത്തെ പ്രാവശ്യം നോക്കുമ്പോൾ കൈ പോലൊരു മേഘം പോകുന്നത് കാണണം. ഇതിനെയാണ് അടയാളം എന്ന് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ദൈവം ചില അടയാളങ്ങൾ, പ്രാർത്ഥിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം കൈ പോലെ ചില മേഘങ്ങളെ വെളിപ്പെടുത്താൻ പോകുകയാണ്. ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞാൽ, നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ ഇന്ന് നിന്ദിക്കപ്പെട്ട അനുഭവത്തിലായിരിക്കാം നിങ്ങൾ എന്നെ കേൾക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ നിലയിലും വല്ലാത്ത ഭാരത്തിലായിരിക്കാം നിങ്ങൾ കേൾക്കുന്നത്. അങ്ങനെ കേൾക്കുന്നവരോട് ഇന്നത്തെ വചനത്തെ വ്യക്തമായി ഞാൻ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ വചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രോമിസ് വേർഡായിട്ട് തരികയാണ്. 86-ാം സങ്കീർത്തനം അതിന്റെ 17-ാമത്തെ വാക്യം. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഈ വചനത്തെ മുറുകെ പിടിക്കണം. നിങ്ങളൊരു നിന്ദാപാത്രമാകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തെല്ലാം നിലകളിൽ എതിരുണ്ടെങ്കിലും ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി എനിക്കൊരു അടയാളം. ഹല്ലേലൂയ. എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്നും, ഹല്ലേലൂയ, ഞാൻ ആ ദേശത്തിൽ ജയം പ്രാപിക്കുമെന്നുള്ള ഉറപ്പാണ് ദൈവം വയ്ക്കുന്ന അടയാളം. ഹല്ലേലൂയ. ആ അടയാളങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ കാണുന്ന ഓരോ ദൈവ മക്കൾക്കും മുമ്പോട്ട് വഴി കാണിക്കേണ്ടതിന് വേണ്ടി നന്മയ്ക്കായി ഒരു അടയാളം അങ്ങ് ചെയ്യണം. ഞങ്ങളുടെ കരം വെളിപ്പെടുന്നതിനായി സ്തോത്രം. അങ്ങയുടെ വലിയ കൃപ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി നന്ദി. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുവാൻ കഴിയും. എങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലുത് ചെയ്യട്ടെ. അടുത്ത ദിവസം കാണുമ്പോഴേക്കും കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.